ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അതായത് ഈ കേരളത്തിൽ ഈ പറയുന്ന നമ്മുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ഭീകരതയോ, അതോടൊപ്പം തന്നെ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം അല്ലെങ്കിൽ അതിലെ വിശ്വാസികളായിരുന്നവർ ഈ സ്വാതന്ത്ര്യ സമര കാലത്തോ പിന്നീടോ, ഞാനിപ്പോ രാഹുൽ വായിക്കുന്ന ഒരാളും പഠിച്ചിട്ടുള്ള ആളും പ്രഭാഷണത്തിന് പോകുന്ന ആളും അക്കാഡമിക് രംഗത്ത് നിൽക്കുന്ന ആളുമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ എവിടെങ്കിലുമൊക്കെ ഈ ഒറ്റുകാരായോ അല്ലെങ്കിൽ ആരെയെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ എന്തിനോടെങ്കിലും പുറംതിരിഞ്ഞു നിൽക്കുകയോ ചെയ്ത എന്തെങ്കിലും ചരിത്രങ്ങൾ രാഹുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? രണ്ട് കാര്യങ്ങളാണ്. 0.001% ഹാർഡ് ലൈനേഴ്സ് എല്ലാ സമുദായത്തിലും കാണും. എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കേരളത്തിൽ ആദ്യമായിട്ട് ഐസിസ് ത്രറ്റ് വന്ന വ്യക്തി ഞാനാണ്. അതായത് കേരള പോലീസ് ഒഫീഷ്യലി എനിക്ക് സംരക്ഷണം നൽകിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു എറണാകുളത്ത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി വിളിച്ചപ്പോൾ കേരള പോലീസുകാർ ഒരു ഇന്റലിജൻസ് മെസ്സേജ് ഇന്റർസെപ്റ്റ് ചെയ്തു. ഫ്രാൻസിലെ നീഷ് മോഡൽ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ദേഷ്യമാണ്. കാരണം അവരുടെ കണ്ണിൽ വിശ്വാസിയല്ലാത്ത എന്നെ പരിപാടിക്ക് ഗസ്റ്റായിട്ട് വിളിച്ചു. അങ്ങനെ നമ്മുടെ ശ്രീജിത്ത് IPS അടക്കം ഇപ്പോഴും ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏകദേശം 1/2 ദിവസം കൊച്ചിയിലെ ട്രാഫിക് എല്ലാം നിർത്തി ഇവർ കാര്യമായിട്ട് പോലീസ് സെർച്ചും ഒക്കെ നടത്തി. ഞാനിത് ആദ്യം അറിഞ്ഞിട്ടില്ല. ഞാനപ്പം പോലീസുകാരോട് ചൂടായി, എന്തിനാണ് നിങ്ങൾ എന്നെ തടഞ്ഞു നിർത്തുന്നത്? എന്നെ നമ്മുടെ എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് 2-3 മണിക്കൂർ ഇരുത്തി. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കുറച്ച് വിശ്വാസത്തിൽ കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പരിപാടിക്ക് അന്യ സമുദായക്കാരനായ എന്നെ വിളിച്ചതിന്റെ ദേഷ്യമായിരുന്നു അവർക്ക്. അപ്പം ഇതാണ് കേരളത്തിലെ ഫസ്റ്റ് നോൺ ഐസിസ് ത്രെറ്റ്. ഇതേപോലത്തെ ഗോഡ്സേവാദികൾ അവിടെയും കാണാം, ഇവിടെയും കാണാം, എല്ലായിടത്തും കാണാം. അപ്പൊ പ്രശ്നം എന്താ അറിയാമോ? അതിനെ 10,000 ഇരട്ടി പർവ്വതീകരിക്കുന്നതാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് നമ്മുടെ നിമിഷ ഫാത്തിമ ഇന്നും നമുക്കറിയില്ല എവിടെയാണ്. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അറിയില്ല. അതായത് നമ്മുടെ നിമിഷ ഫാത്തിമ എന്ന് പറഞ്ഞ നമ്മുടെ ശ്രീലങ്ക വഴി അഫ്ഗാനിസ്ഥാനിൽ പോയെന്ന് പറയപ്പെടുന്നു, സിറിയയിൽ പോയി എന്ന് പറയുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ പോകുന്നവർ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേരളം പോലെ ഒരു സ്വർഗരാജ്യം, നല്ല ടെമ്പറേച്ചർ, നല്ല വെള്ളം, നല്ല പച്ചപ്പ് കളഞ്ഞ് സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ പോകാൻ വല്ലാത്തൊരു ഭ്രാന്ത് വേണം. ഇങ്ങനെ 3 പേര് പോയി എന്നാ പറയുന്നത്. നമ്മുടെ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ശ്രീ പിണറായി വിജയൻ അവർ പറയുന്നത് കേരള റൂട്ടുള്ള 100 പേര് പോയി എന്നാണ്. അതായത് 106 പേര് പോയി എന്ന് പറയും. ഈ 3 പേരുടെ കഥയാണ് 32,000 എന്ന് കള്ളം പറഞ്ഞ് കേരള സ്റ്റോറി അവതരിപ്പിക്കുന്നത്. ഇവിടെയാണ് അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. 2 നിലപാടുകളാണ് കേരളത്തെ ആൾക്കാരെടുക്കുന്നത്. മതേതരവാദികൾ പറയും ഇതെല്ലാം കള്ളമാണ്, നമ്മൾ നോക്കണ്ട, ഇത് നിങ്ങളുടെ പ്രൊപ്പഗാൻഡയാണ്. മറ്റേ വർഗീയവാദികൾ പറയും ഇതെല്ലാം സത്യമാണ്, 32,000 കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ പറഞ്ഞ് സാധനം ചെയ്യും. ഞാൻ ആദ്യം തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് എന്നെ അവരുടെ പരിപാടിക്ക് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് 3 പേരുടെ കാര്യം സത്യമാണ്, കാര്യമില്ല, നിമിഷ, സോണിയ, സെബാസ്റ്റ്യൻ, മറിയം. പക്ഷേ 32,000 ഒരു 10 ഇരട്ടി ആക്കുന്നത് മനസ്സിലാക്കാം. സിനിമയ്ക്ക് വേണ്ടി പോട്ടെ 100 ഇരട്ടി ആക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ 10,000 ഇരട്ടിയൊക്കെ അതിശയോക്തി വൽക്കരിക്കുന്നതിന് എന്ത് ലോജിക്കാണ്? അത് തന്നെ ഈ ഇവരെ 3 പേരെ തന്നെ കെട്ടിയ ആളുകൾ പിന്നീട് മതം മാറി പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അതായത് യക്യാനന്ദ ഒരു പയ്യനെ കല്യാണം കഴിച്ചു. അത് ശരിയാകാം, തെറ്റാകാം. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര എക്സ്ട്രീമിസ്റ്റ് ദേശ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അൽ ഇഖ്വാൻ, അങ്ങനെ പക്ഷേ ശ്രദ്ധിച്ചു കാണും, 1979 നവംബറിൽ പരിശുദ്ധ മെക്കയിലേക്കൊരു ആക്രമണം പോലെ ഈ അൽ ഇഖ്വാൻ ആർമി നടത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്രഞ്ച് പാകിസ്ഥാനി ആൾക്കാർ വന്നാണ് സീജ് ഓഫ് മെക്ക എന്ന് പറയുന്ന ഈ സംഭവത്തിൽ നിന്ന് ഈ തീവ്രസ്വരക്കാരെ മാറ്റി മെക്കയെ മോചിപ്പിക്കുന്നത്. അതിനെയാണ് മെക്ക സീജ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സീജ് ഓഫ് മെക്ക എന്നറിയപ്പെടുന്നത്. 1979 ഒക്ടോബർ നവംബർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതേപോലെ അല്ലെങ്കിൽ ഭിന്ദ്രൻവാല, നമ്മുടെ സിഖ് പരിശുദ്ധ അമ്പലത്തിൽ കയറുന്ന ഭിന്ദ്രൻവാല, അല്ലെങ്കിൽ ഗോഡ്സെ, എല്ലാ സമുദായത്തിലും ഇല്ലേ? പക്ഷേ ഒന്നിനെ 1,00,000 കാണിക്കുകയും അതിപ്പം ഗസ്വായ ഹിന്ദ് നടത്തുകയാണെന്നും പറയുന്നതാണ് പ്രശ്നം. അപ്പൊ എന്റെ നിലപാട് പലപ്പോഴും ഒന്നുണ്ടെങ്കിൽ ഒന്നിനെ തെറ്റായിട്ട് പറയുക, പക്ഷെ ഒന്നിനെ 10,000 ആക്കരുത്, 1,00,000 ആക്കരുത് എന്ന് പറയുക. അപ്പോ ഈ ഇരുഭാഗത്ത് നിൽക്കുന്നവർക്കിടയിൽ ഒരു കൺസെൻസസ് ഉണ്ടാവും. ഇരുഭാഗത്ത് നിൽക്കുന്നവർക്കിടയിൽ ഇപ്പൊ ഇന്ത്യ ടുഡേ ഒക്കെ എന്താ വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത്? 3 ഹാവ് ഗോൺ, നോട്ട് 32,000. കേരള സ്റ്റോറി വന്നപ്പോൾ കേരള സ്റ്റോറിക്കെതിരെ ഏറ്റവും പ്രതികരിച്ച വ്യക്തികളൊന്നും ഞാനാണ്. എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കേരള സ്റ്റോറിയെ കുറിച്ച് അഭിപ്രായം. ഞാൻ പറഞ്ഞു നല്ല ക്യാമറ, നല്ല കോസ്റ്റ്യൂം, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കണ്ടന്റ് മുഴുവൻ കള്ളമാണ്, ഇതിലും വളരെ നല്ല കോസ്റ്റ്യൂമും പെർഫോമൻസുമാണ് സാധനങ്ങൾ. നമുക്ക് ഉള്ള സത്യം ഉള്ള പോലെ പറയുക. ഒറ്റ വരി എല്ലാ മതസമൂഹങ്ങളിലും തീവ്രസ്വരക്കാരൻ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലില്ലേ? ഈ കേരള സ്റ്റോറി, അത് രാഹുൽ ഈശ്വരനൊക്കെ ശ്രദ്ധിച്ചോ? കേരള സ്റ്റോറി കണ്ട് ഇതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ നമ്മുടെ സുരേഷ് കുമാർ സാറിന്റെയും മേനക ചേച്ചിയുടെയും മകൾ ഒരു ഞാനതിനെ കുറിച്ച് കാര്യം ഇവരെല്ലാം വ്യക്തിപരമായി അറിയുന്നവരാ. അല്ല ആണിതെല്ലാം അല്ല, ഞാൻ ചോദിക്കാം, നിങ്ങൾ ഞെട്ടിപ്പോയി കാണൂലേ? ആ കുട്ടിയെ 10ാം ക്ലാസ് മുതൽ
ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള ഒരാൾ വിവാഹം കഴിക്കുന്നു, സന്തോഷത്തോടെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്നു. പക്ഷെ പുള്ളി പറയുന്നത് ആ സ്റ്റോറി എല്ലാം സത്യമായിരുന്നു എന്ന്. സുബ്രഹ്മണ്യ സ്വാമിയുടെ മകൾ സുഹാസിനി വളരെ പ്രമുഖ ആങ്കറാണ്. സുഹാസിനി കല്യാണം കഴിച്ചിരുന്ന ഹൈദറയാണ്. സുഹാസിനി ഹൈദർ എന്നാണ് പേര്. 2 മക്കളുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നു. ഷാറൂഖ് ഖാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഗൗരിയാണ്. അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാ നമ്മുടെ തട്ടത്തിന് മറയത്തിൽ പറയുന്നത് പോലെ. അല്ലെങ്കിൽ പോട്ടെ, കേരളം കണ്ട ഏറ്റവും വലിയ ലവ് സ്റ്റോറികളിലൊന്ന് സിനിമയിൽ കാണിക്കുന്നതാണ് നമ്മുടെ എന്ന് നിന്റെ മൊയ്തീൻ അല്ലെ, അല്ലെങ്കിൽ തട്ടത്തിൻ മറയത്തിലല്ലേ. ചില ആൾക്കാർക്ക് നമ്മുടെ ഇടയിലുള്ള കൺസർവേറ്റീവുകൾക്ക് ജാതി മാറിയോ മതം മാറിയോ കല്യാണം കഴിക്കുന്നതിന് വിയോജിപ്പാണ്. എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു. ഞാൻ മറ്റൊരു സമുദായത്തിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ആ കൊച്ചിന്റെ ജാതി ഏതാണെന്ന് ഞാൻ കല്യാണം കഴിക്കുന്നതിന് ചോദിച്ചില്ല. കല്യാണം കഴിക്കാൻ നേരത്തെ പേരെഴുതുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം ചില ആൾക്കാർ ജെനുവിൻലി, അതായത് ഈ സമുദായമൊക്കെ നോക്കി വേണം അങ്ങനത്തുള്ളവരെ ബഹുമാനിക്കുകയുള്ളൂ. പക്ഷേ സമുദായം നോക്കി കല്യാണം കഴിക്കാത്തതിന് കൊല്ലും എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് പോരും. അതാണ് പ്രശ്നം. അതായത് ചില ആൾക്കാർക്ക്, പഴമക്കാർക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം കാണും, ചിലപ്പോൾ ഒരു വിയോജിപ്പ് കാണും. എനിക്ക് അഭിമാനത്തോടെ പറയാം, എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കോ അതില്ലായിരുന്നു. എന്റെ മുത്തശ്ശനും മുത്തശ്ശി വന്നു നിന്നാണ് നടത്തി തന്നത്. പക്ഷേ എന്റെ അമ്മാവന്മാർക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ വന്നില്ല എന്റെ കല്യാണത്തിന്. എന്റെ സാക്ഷാത് കല്യാണത്തിന് ആറ്റുകാല അമ്പലത്തിനൊന്നും വന്നുമില്ല. നമ്മുടെ കെ ഇ മാമൻ എന്ന ഗാന്ധിയനാണ് ഞങ്ങൾക്ക് അവിടെ കെ ഇ മാമൻ ക്രിസ്ത്യാനിയുമാണ്. കെ ഇ മാമൻ സാറുകൾക്കാണ് ഞങ്ങളുടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്. അപ്പം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, യജമാനൻ പോലെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അധ്യക്ഷൻ പോലെ ചെയ്തു. നമ്മുടെ ഇപ്പൊ 2 മതക്കാർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ വേറൊരു മതക്കാരൻ കാർമികനായാൽ കേരളം കത്തും. അതെ അതെ. ഈ പ്രശ്നം ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ നമുക്ക് കുറച്ച് കൺസർവേറ്റീവ് ആൾക്കാർ കാണും. അവരുടെ വിഹ്വലതകളും അവരുടെ പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കി ബഹുമാനിക്കണം. ഇല്ലെങ്കിൽ ഈ കൺസർവേറ്റീവുകളെ തീവ്രസുരക്കാർ കൊണ്ടുപോകും. ഈ കൺസർവേറ്റീവുകളാണ് ബഹുഭൂരിപക്ഷം. അവരെ നമ്മുടെ കൂടെ നിർത്തണം. ചിലപ്പോൾ മോഡേൺ ആയ ആൾക്കാരുടെ നിലപാടുകളോട് വിയോജിപ്പ് കാണാം, ചില കാര്യങ്ങൾ കാണാം. പക്ഷെ നമ്മളൊരു ഫ്രെയിം വർക്കിനകത്ത് നിർത്തണം. അതിന്റെ മറുഭാഗമാണ് മാർട്ടിൻ, നമ്മുടെ കളമശ്ശേരിയിലെ മാർട്ടിൻ. ശരിക്കും എന്തൊരു പ്രാന്താണ്. ദേശീയ ഗാനം പാടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം ഓഫീസിലാണ്ട്, ഇല്ലെങ്കിൽ അങ്ങ് കണ്ടു കാണും, ഞാൻ സ്ഥിരം ഇന്ത്യയുടെ പതാക ധരിച്ചുള്ള നടക്കുന്നത്. ദേശീയ നാഷണൽ ആന്തം പാടുന്നില്ല എന്ന് പറഞ്ഞു ബോംബ് വെച്ച് 6 പേരെ കൊല്ലുന്ന എന്ത് തരം ഭ്രാന്താണ്. ഇയാളെ കണ്ടെങ്കിൽ ടാഗോർ അപ്പം വെടിവെച്ചു കൊന്നേനെ. നാഷണൽ ആന്തം എഴുതിയ ടാഗോർ എന്ത് തരം ഭ്രാന്താണ്. അതായത് നാഷണൽ ആന്തം യഹോവ സാക്ഷികളും മറ്റേ ഇവരൊക്കെ അവർക്ക് അതിനോടൊരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പിനെ നമുക്ക് ബഹുമാനിക്കാൻ, ഡിബേറ്റ് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ ഒരു നാഷണൽ ആന്തം കേൾക്കുമ്പോൾ എണീച്ചിരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പാടണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ വേറൊരാൾ പറയും അതല്ല, ലിബറലിസമാണ് പ്രധാനം, അവർക്ക് വേണ്ടെങ്കിൽ അവർക്ക് വേണ്ട എന്ന് തീരുമാനിക്കാം. സുപ്രീം കോടതി അങ്ങനെയാണ് തീരുമാനിച്ചത്. നമ്മുടെ ബിജോ ഇമ്മാനുവൽ കേസ്, കേരളത്തിൽ നിന്നുള്ള കേസാണ്. ബിജോ ഇമ്മാനുവൽ കേസിൽ യഹോവ സാക്ഷികൾ പറഞ്ഞു നാഷണൽ ആന്തത്തിന് ഞങ്ങൾ എണീച്ച് നിൽക്കും, പക്ഷെ ഞങ്ങൾ പാടില്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്. അപ്പൊ ഇത് നമുക്ക് തർക്കിക്കാം. പക്ഷെ അതിന്റെ പേരിൽ ബോംബ് വെച്ച് എനിക്ക് 4 വയസ്സോ 5 വയസ്സോ ഒരു കുട്ടി അടക്കം. പക്ഷേ അതിലൊരു കാര്യമുള്ളത്, അത് മാർട്ടിൻ ആകുന്നതിന് മുമ്പ് അതിന്റെ ചർച്ച മുഴുവൻ ഗസ, ഹമാസ് അതിലേക്ക് പോയി. യഥാർത്ഥത്തിൽ അതിലൊരു മുസ്ലിം പേരുകാരൻ ഇത്തരം പ്രവൃത്തിയിലേക്ക് വന്നാൽ അതിന്റെ ഒരു ടോണങ്ങ് മാറുകയല്ലേ. ടോൺ മാറുക മാത്രമല്ല, ഇതിൽ തന്നെ ചില ആൾക്കാർ കള്ളക്കഥ ഉണ്ടാക്കി. മാർട്ടിൻ എന്തുകൊണ്ട് ദുബായിൽ പോയെന്ന് അന്വേഷിക്കണം എന്നൊക്കെ. ഞാനിരുന്ന ചർച്ചയിൽ ഒരു പ്രമുഖനായ ആള് പറഞ്ഞ, ഞാൻ മനസ്സിലായി പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ മര്യാദ വെച്ച് പറ സാർ. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും മുഹമ്മദ് എന്ന് പറഞ്ഞില്ല. ഞാൻ പക്ഷേ കുറ്റം ഏറ്റെടുത്ത് പറഞ്ഞു, എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അടക്കമുള്ള പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാനും സാറും ഒക്കെ ഒരു മുമ്പത്തെ പോലീസുകാരനാണ്, പേര് പറയുന്നില്ല, മുമ്പത്തെ ഒരു പോലീസുകാരനാണ്. അദ്ദേഹവും ഞാനും ഒക്കെ തെറ്റിദ്ധരിച്ചു. ഇത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. ഞാൻ അടക്കമുള്ള ഒരു ക്ഷമ ചോദിക്കുന്നു. ഇത് ഇല്ലാത്തൊരു ശത്രുവിനെ അന്വേഷിക്കുക. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഈ ചർച്ചയിൽ തന്നെ പുള്ളി ഇടയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ പോയിരുന്നു, ദുബായിൽ പോയിരുന്നു, അന്വേഷിക്കണമെന്ന്. അപ്പൊ പോയി കാണാതിരിക്കാം. പക്ഷെ ബേസിക്കലി ഒരു സംശയത്തിന്റെ പുകമറ വേണം. ബേസിക്കലി മറ്റേ അവിടെ പോയി ആരെങ്കിലും കണ്ട വേണം. പിന്നെ അതിന്റെ തലേ ദിവസമായിരുന്നു ഹമാസിന്റെ ആള് നമ്മുടെ മലപ്പുറത്ത് എവിടെയോ സംസാരിച്ചത്, മറ്റേ കോഴിക്കോട് ഓൺലൈനിൽ. ഈ 2 ഹമാസിനെ നരേന്ദ്രമോദി സർക്കാർ പോലും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ബ്രാൻഡ് ചെയ്തിട്ടില്ല. അതാണ് ഇത്. അതായത് അവിടെയാണ് കോംപ്ലക്സ് ആണ് ഈ വിഷയങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. അസ് വേഴ്സസ് ദം, വെളുപ്പ് വേഴ്സസ് കറുപ്പ് എന്ന് മാറ്റാൻ നമുക്ക് പറ്റില്ല. നമുക്ക് പാലസ്തീനും വേണം, നമുക്ക് അതേപോലെ ഇസ്രായേൽ ജനതയും വേണം. ഇതൊരു ബാലൻസ് ഉണ്ടാക്കാനാണ് ഇന്ത്യയുടെ ദൈവനിയോഗം. അതായത് പാലസ്തീനിലെ കുട്ടികളോടാണ് നമ്മൾ ഗാന്ധിജിയുടെ കാലം മുതൽ ഏറ്റവും അനുഭവം കാണിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങേക്ക് അറിയാമെന്നറിയില്ല, ഗാന്ധിജിയുടെ ചിത്രം ഇസ്രായേലിന്റെ സ്ഥാപകനായ ബെൻ ഗൂരിയോൻ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈസ്റ്റിന്റെ ശക്തി, ധാർമ്മിക ശക്തി ഗാന്ധിയിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനല്ലേ എബ്രഹാം അക്കോർഡ്സ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യക്കാർക്ക് നിലപാടുകൾ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ചെയ്യുന്നത് എന്താ, സമാധാനം എങ്ങനെ വരുത്താം, പോസിറ്റീവ് വരുത്താം. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണിക്കുന്നത് എന്താ, ഇസ്രായേലിലോ പാലസ്തീനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇരു സൈഡിൽ നിന്ന് ഭയങ്കര ഗോഗോളികളാണ്.